ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ഒരു സേമിയ കേസരി ഉണ്ടാക്കാൻ വേണ്ടി വന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളിയാണ്. ഞാൻ അത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നല്ല മുറിച്ചൊക്കെ എടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല രസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അധികം ചേരുവകളൊന്നുമില്ല ഇതിൽ. അതിനായിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കട്ടോ. നെയ്യൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് 2 കപ്പ് സേമിയന് നന്നായി വറുത്തെടുക്കട്ടോ. കരിഞ്ഞു പോകാൻ പറ്റില്ല. ചെറിയ തീയിലേ ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇളം ബ്രൗൺ കളറാവോളേ ഒന്ന് വറുത്തെടുക്കട്ടോ. നമുക്കൊക്കെ ഒന്ന് വറുത്തെടുത്താലോ. സേമിയ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കും. പായസം ഉണ്ടാക്കും, സേമിയ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും, പല സംഗതികളും ഉണ്ടാക്കും കേട്ടോ. പക്ഷേ എങ്ങനെയൊന്ന് ഉണ്ടാക്കിയപ്പോഴേ പണ്ടത്തെ ആൾക്കാർ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാറുണ്ട് സേമിയ കേസരി. നല്ലൊരു ടേസ്റ്റ്. ഞങ്ങൾ ഉണ്ടാക്കി നോക്കി. സേമിയനൊക്കെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കട്ടോ. ഒന്ന് ഇളക്കിങ്ങാണ്ടേ തീയൊക്കെ ചെറുതാക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇളം ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് വറുത്തെടുക്കട്ടോ. നന്നായി വറുത്തെടുക്കട്ടോ സേമിയനൊക്കെ വറുത്തെടുത്തിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം 1 കപ്പ് പാൽ ഒഴിച്ചിട്ടേ അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുക. അത് ഈ കപ്പിനാട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ അളവായി കിട്ടണം. അളവിലൊന്നും നിങ്ങൾ ഏറിയരുത്. അതാണ് അതിൻ്റെ പാകത്തിൽ കണ്ടത്. പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേ നമുക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കട്ടോ. ഏലക്കായൻ്റെ പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് അധികം ആകരുതേ, നുള്ളിട്ട് കൊടുത്താൽ മതി. ഒരു നുള്ള് ഉപ്പ് ഇടണം, അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ. ഇനി നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കട്ടോ. ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഈ പൊടി ഇട്ട് കൊടുത്തോളി. ഇതൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേ അതൊക്കെ നന്നായി ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം നമുക്ക്. ഇതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കേട്ടോ, അധികം ഇടരുത്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനാണ്. ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ, ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ടതാണ് കേട്ടോ. അധികം ഇട്ട് കൊടുക്കരുത് മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇത് നന്നായി തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് സേമിയം ചേർത്ത് കൊടുക്കട്ടോ. സേമിയന് ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അത് വറ്റി വരുമോ, ഒരു 10 മിനിറ്റ് ഇളക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. അതൊക്കെ ഒന്ന് വറ്റി വരുവോളേ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഇളക്കാം. നന്നായി ഇളക്കി കുറുകി വരട്ടെ. അതൊക്കെ ഒന്നിങ്ങനെ 10 മിനിറ്റ് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി കൊടുത്തളി, കുറക്കണ്ട. നിൽക്കൊന്ന് എളുപ്പം വറ്റി വരും കേട്ടോ. അത് വറ്റി വരുമ്പോൾ അതിൻ്റെ വേവും കഴിഞ്ഞിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ആദ്യം വറുത്തതാണല്ലോ, അതുകൊണ്ട് കട്ട പിടിക്കില്ല. വറുത്തിട്ടില്ലെങ്കിൽ ആ കട്ട പിടിക്കും. ഇത് വറ്റി വരുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ പഞ്ചസാര, അല്ലെങ്കിൽ സേമിയ വേവില്ല. പഞ്ചസാര ലാസ്റ്റ് ഇട്ടാൽ മതി. അങ്ങനെ വറ്റി വരട്ടെ. ഇളക്കി കൊടുക്കുക. തീ നല്ലോണം കൂട്ടിയാണ് പെട്ടെന്ന് വറ്റി വരും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഈ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കട്ടോ. വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് അല്പം നെയ്യ് ഒഴിച്ചാൽ മതി. നെയ്യിൻ്റെ മണം വല്ലാതെ വരാൻ പറ്റില്ല. നെയ്യ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം. അങ്ങനെ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിത് തണുക്കണിയിലടക്കൊന്ന് മുറിച്ച് നോക്കി, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. അലുവൻ്റെ പോലെ കിട്ടില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചൂട് കൊടുക്കാനാകുമ്പോൾ കഴിക്കാൻ വേറെ ടേസ്റ്റാണ്. തണുത്തിട്ടും രസമാണ്. തണുത്തിട്ട് മുറിച്ചെടുത്താൽ അങ്ങനെ കഴിക്കാനും നല്ല രസമാണ്. പക്ഷെ നല്ലോണം തണുത്തെങ്കിലേ ഉള്ളൂ ഇത് മുറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ വറ്റി വരണം കേട്ടോ. നല്ലോണം വറ്റി വരുന്നുണ്ട്. ഇതൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് വെക്കാം.
നിങ്ങൾ സേമിയ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുള്ളൂ. സേമിയാനൊക്കെ വീട്ടിലുണ്ടെങ്കിലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അധികം ചേരുവകളൊന്നുമില്ല, കുറച്ച് ചേരുവകളുള്ളൂ. ഒന്ന് വറ്റി വന്നിട്ടേ നമുക്ക് പഞ്ചസാര ഇട്ടോ, കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടോ. നെയ്യൊന്നും അധികം ഉണ്ട്, ടേസ്റ്റിന് കുറച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ പാകത്തിന് നമ്മൾ അതേ അളവിലെടുക്കുകയാണെങ്കിൽ വെള്ളം നല്ല കറക്റ്റാക്കാൻ കേട്ടോ. നമ്മൾ സേമിയൻ ഏത് കപ്പിന് എടുക്കണമെന്ന് വെച്ചാൽ അതേ കപ്പിന് വെള്ളവും പാലും, പകുതി വെള്ളവും പകുതി പാലും കേട്ടോ. 2 കപ്പ് എടുക്കണമെന്ന് വെച്ചാൽ ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 2 കപ്പ് സേമിയ ഞങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ 2 കപ്പ് ഏത് കപ്പിനാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അളവിൽ തന്നെ പിന്നെ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. കറക്റ്റായിട്ട് അളവിലെടുത്താൽ ഞങ്ങൾ ഇതിൻ്റെ പാകം നല്ല പാകക്കാരം. അങ്ങനെ നമ്മൾ പിന്നെ സേമിയനൊക്കെ വെന്ത് നല്ലോണം വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ടേ അതിൽ ഒഴിച്ച് കൊടുത്താട്ടോ. അത് നല്ലേ നന്നായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈത്തപ്പഴവും കപ്പലണ്ടി കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ട്, നിങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അതും ഡെക്കറേറ്റ് ചെയ്തോളൂ. നല്ലേ ഇതിപ്പോൾ ചൂട് കൊടുക്കാനാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് മുറിച്ചെടുക്കാൻ പറ്റില്ല ചൂടോണാകുമ്പോൾ. ഒന്ന് തണുത്തിട്ട് നിങ്ങൾക്ക് അലുവ മുറിക്കണ മാതിരി മുറിക്കട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം ഉണ്ടാക്കിയിട്ട്. ഇനി ഞാനേ തണുത്തിട്ട് ഇത് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചൂട് കൊടുക്കാനാണ് ഞാൻ കഴിക്കുന്നത്. ഇപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. നല്ലോണം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ നല്ലോണം തണുക്കണം. അരമണിക്കൂർ ചിലപ്പോൾ 1 മണിക്കൂർ കഴിയേണ്ടി വരും. തണുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലുവൻ്റെ പോലെ മുറിച്ചെടുക്കട്ടോ. അപ്പം ഞാൻ നല്ലോണം തണുത്തിട്ട് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ നേരായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. മുറിച്ചെടുത്തപ്പോൾ മുറിച്ച് കിട്ടണില്ല. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഹലുവ പോലെ കിട്ടണില്ല അതിന്. പക്ഷേ ഞാനൊന്നുമില്ലല്ലോ കുറച്ചൊന്നും എടുത്ത് വെച്ചിട്ടൊന്ന് മുറിച്ചപ്പോണ്ടല്ലോ കറക്റ്റ് അളവാട്ടോ. അത് ശരിക്കും ഹലുവൻ്റെ പോലെ കിട്ടി. നല്ലൊരു സ്വീറ്റ്സാണത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇതേവരെ എന്നെ സബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാൻ വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഇതല്ലേ, ഇത് തണുത്തിട്ടില്ല കേട്ടോ. നല്ലോണം തണുത്തിട്ട് ഞാൻ മുറിച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ചൂടുള്ള സമയത്ത് ഞാൻ മുറിച്ചതാണ്. എനിക്ക് ക്ഷമല്ലാതെ മുറിച്ചതാണ്. പക്ഷേ ഞാൻ കുറച്ച് നേരം എടുത്ത് വെച്ചാണ് മുറിച്ചപ്പോണ്ടല്ലോ കറക്റ്റ് അളവിൽ കിട്ടിയിട്ടോ. ശരിക്കും അലുവൻ്റെ അതേപോലെ മുറിച്ചെടുക്കാൻ പറ്റി. കാണാനും വിരുന്നുകാരൊക്കെ വരുമ്പോഴേ നിങ്ങൾക്കിത് നല്ലൊരു പലഹാരമാക്കി കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തണുത്തിട്ടോ നല്ലോണം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടേ ഒന്ന് മുറിച്ചെടുത്തിട്ടോ. അടിപൊളിയായി കിട്ടി. നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ. ആ സേമിയത്തിൻ്റെ ആ ഇതൊക്കെ ഇങ്ങനെ നിന്നിട്ടേ നല്ലൊരു സ്വീറ്റ്സാട്ടോ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കത്തി കൊണ്ടൊന്ന് മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. കത്തി കൊണ്ട് മുറിച്ചപ്പോഴാണ്, തണുത്തിട്ട് മുറിച്ചപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് അല്ലേ. മുറിച്ചിട്ട് നമ്മൾ പ്ലേറ്റിൽ ഇടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി കാണുന്നത് കേട്ടോ. ഹലുവൻ്റെ അതേപോലെ കിട്ടിയിട്ടോ. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. വായിലിങ്ങനെ വെള്ളം അലിഞ്ഞു പോകും നമുക്ക് കഴിക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇപ്പോൾ തണുത്തിട്ട് മുറിച്ചാലോ കേട്ടോ. തണുത്തിട്ട് ഞാൻ ഇപ്പോഴാണ് ഞാൻ തണുത്തിട്ട് മുറിക്കണേ കേട്ടോ. ഇനി ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോഴാണ് തണുത്തത് അല്ലേ. ഇപ്പം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഞാൻ പ്ലേറ്റൊക്കെ മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, തണുത്തപ്പോൾ ശരിക്കും നന്നായി കിട്ടിട്ടോ. ഹലുവ പോലെ കിട്ടി. ഇതിന് അല്ലേ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം ശരിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് കേൾക്കുന്നുണ്ടായി, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് മാത്രം. അല്ല, നല്ലൊരു ടേസ്റ്റാണ്. മുറിച്ചപ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.